കുഴുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും കുഴുപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെയും ശുശ്രുത കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പും തിമിര രോഗനിർണയവും ജൂലൈ 10 രാവിലെ 10:30 കുഴുപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് ജൂബിലി ഹാളിൽ വെച്ച് നടന്നു. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് അനന്തകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. കുഴുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിബിൻ KS ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ശുശ്രുത കണ്ണാശുപത്രി ഡോക്ടർ വരദരാജ് മുഖ്യപ്രഭാഷണം നടത്തി. 1-ാം വാർഡ് മെമ്പറും ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗവുമായ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് നേത്രപരിശോധന ക്യാമ്പും തിമിര രോഗനിർണയവും നടന്നു. വിഷൻ ഫോർ ആൾ എന്നുള്ളൊരു മോട്ടീവോടുകൂടി ധാരാളം സൗജന്യ നേത്രപരിശോധന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ ക്യാമ്പിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേത്ര സംരക്ഷണത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതിനുള്ള ഒരു അവബോധം ഉണ്ടാക്കുക, അതിലുപരിയായിട്ട് എല്ലാവരിലേക്കും ഈ സർവീസസ് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പഞ്ചായത്തുകളും വാർഡ് അടിസ്ഥാനത്തിൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ചേർന്ന് ധാരാളം സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്താറുണ്ട്. ഇതിലൂടെ ഞങ്ങൾ ബെനിഫിറ്റ്സും ഓഫർ ചെയ്യുന്നുണ്ട്. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്കായിട്ട് ഞങ്ങൾ വളരെ നേത്ര ശസ്ത്രക്രിയ, തിമിര ശസ്ത്രക്രിയയാണെങ്കിൽ പോലും വളരെ ഈ ചാർജസിൽ ഇളവുകൾ കൊടുക്കാറുണ്ട്, ഗ്ലാസസിലും എല്ലാം ഇളവുകൾ കൊടുക്കാറുണ്ട്. കുഴുപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൻ്റെയും സുശ്രുത ഐ ഹോസ്പിറ്റലിൻ്റെയും സഹകരണത്തോടുകൂടി ആണ് കുഴുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഇന്ന് ഇത്തരത്തിലൊരു നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. നമ്മളുടെ നാട്ടിലുള്ള നിരവധി ആളുകൾ ഇതുപോലെ നേത്ര അസുഖങ്ങൾ മൂലം പല ആളുകളും ബുദ്ധിമുട്ടുന്നുണ്ട്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ പല സാഹചര്യങ്ങൾ കൊണ്ടും ഒക്കെ നേത്രപരമായ അസുഖങ്ങൾ പലർക്കും ഉണ്ട് എന്ന് കണ്ടതിനെ തുടർന്നാണ് കുഴുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിലൊരു ക്യാമ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടുള്ളത്. ഇതിനു മുമ്പ് 2 വർഷം മുമ്പ് ഇത്തരത്തിലൊരു ക്യാമ്പ് നമ്മൾ സംഘടിപ്പിക്കുകയും അന്ന് ഒരുപാട് ആളുകൾ ആ ക്യാമ്പ് പ്രയോജനപ്പെടുത്തുകയും അതിൻ്റെ ഭാഗമായി തിമിര ശസ്ത്രക്രിയയും അതുപോലെ തന്നെ മറ്റ് കണ്ണടകൾ ആവശ്യമുള്ളവർ അത്തരത്തിലൊക്കെ കണ്ണടകൾ വെച്ചുകൊണ്ടൊക്കെ അവരുടെ അസുഖങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് തുടർച്ചയായിട്ടാണ് ആളുകളുടെ കൂടി അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു ക്യാമ്പ് ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. സുശ്രുത ഐ ഹോസ്പിറ്റൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ രംഗത്ത് വളരെ മികവ് തെളിയിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമ്മളുടെ സാധാരണക്കാരായ ആളുകൾക്ക് ചികിത്സയിൽ ഇപ്പോൾ സർജറിക്കാണെങ്കിലും അല്ലെങ്കിൽ കണ്ണട ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾക്കൊക്കെ നല്ല ഇളവുകൾ അവർ തരാം എന്ന് നമ്മൾ അറിയിച്ചതിനെ തുടർന്നാണ് അവരോടുകൂടി സഹകരണത്തോടുകൂടി ഈ ക്യാമ്പ് നമ്മൾ നടത്തുന്നത്. എല്ലാവർക്കും ഈ ക്യാമ്പ് പ്രയോജനപ്പെടുത്താൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. കുഴുപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൻ്റെ കഴിഞ്ഞ എല്ലാ വർഷവും നമ്മൾ സഹകാരികൾക്കായിട്ട് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ രംഗത്തായാലും ആരോഗ്യ രംഗത്തായാലും ഇങ്ങനെ ക്യാമ്പുകൾ നടത്താറുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് സഹകാരികൾക്ക് വേണ്ട ചികിത്സ കൊടുക്കുന്നത്. നേത്രരോഗ ചികിത്സ, അതുപോലെ ജനറൽ മെഡിസിൻ, ഓങ്കോളജി എന്നീ വിഭാഗങ്ങളിൽ ഓരോ വർഷങ്ങളിലും നമ്മളിങ്ങനെ ക്യാമ്പ് നടത്തും. ഈ പ്രാവശ്യം ഇതിനോടനുബന്ധിച്ച് പഞ്ചായത്തുമായിട്ട് സഹകരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. സുശ്രുത നായമ്പഴത്തെ സുശ്രുത നേത്ര ചികിത്സ വിദഗ്ധർ ഇവിടെ വന്ന് നമ്മൾ നമ്മുടെ സഹകാരികൾക്ക് വേണ്ടി അവസരം അതിനുവേണ്ടി ഇന്ന ദിവസം അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് നമ്മൾ നേത്ര ചികിത്സ ചെയ്യുന്നതാണ്. തുടർ ചികിത്സയും ഉണ്ടായിരിക്കും. കഴിഞ്ഞ 6 മാസം മുമ്പ് നമ്മൾ ചൈതന്യ ഹോസ്പിറ്റലായിട്ടായി ചൈതന്യ നേത്ര ചികിത്സ ക്യാമ്പായിട്ട് അവരുമായിട്ടൊരു ടൈപ്പുണ്ടായിട്ട് അവരുടെ കീഴിൽ കുറച്ചധികം പേര് അത് വിനിയോഗിക്കുകയുണ്ടായിരുന്നു. തിമിര ശസ്ത്രക്രിയ വരെ സൗജന്യ നിരക്കിൽ ചെയ്തു കൊടുക്കുകയും ഇളവുകൂടി കണ്ണട 25-50% റിഡക്ഷനോട് ഒരു കണ്ണട നടക്കുകയും ചെയ്യുന്നുണ്ടായി. ഈ പ്രാവശ്യം ഇവിടെ സുശ്രുത 12 സുശ്രുതയിലും അവസരം എല്ലാവർക്കും പ്രയോജനപ്രദമാവട്ടെ. നമ്മുടെ സഹകാരികളെല്ലാം ആരോഗ്യ സംരക്ഷണത്തിന് മുന്നിട്ട് നിൽക്കട്ടെ എന്നുള്ളത് ആശ്വസിക്കുന്ന വേണ്ടിയാണ് ഈ പ്രവർത്തനങ്ങൾ ബാങ്ക് ചെയ്യുന്നത്. ഒരു സാമൂഹ്യ പ്രതിബദ്ധത ബാങ്കിന് മാത്രമല്ല സഹകരണ ബാങ്കിൻ്റെ ചുമതല ഒരു സാമൂഹ്യ പ്രതിബദ്ധതയും കൂടി നിലനിർത്തിക്കൊണ്ട് നമ്മളിത് ബാങ്കിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സഹകാരികളുടെ ആരോഗ്യ വിദ്യാഭ്യാസത്തിലുള്ള അടിസ്ഥാന സൗകര്യം ഉയർച്ചയുമാണ് നമ്മുടെ ലക്ഷ്യം. ഐക്ലേക്കും അതുപോലെ കുഴുപ്പള്ളി ഗ്രാമപഞ്ചായത്തും നമ്മുടെ ബാങ്കും കൂടി സംയുക്തമായിട്ട് ചെയ്യുന്ന സേവനമാണ്. സഹകാരികൾക്ക് ആരോഗ്യരംഗത്ത് മികച്ച സേവനം ലഭിക്കുന്ന രീതിയിൽ നമ്മുടെ മെമ്പർമാർ ആരോഗ്യപൂർണ്ണമായിട്ടുള്ള മേഖലയിൽ നിൽക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തോട് ചെയ്യുന്നതാണ്. ബാങ്ക് ചെയ്യുന്ന ബാങ്കിങ് പ്രവർത്തനം മാത്രമല്ല, സാമൂഹ്യ മേഖലയിൽ ബാങ്കിൻ്റെ പ്രവർത്തനം മാത്രമല്ല ചെയ്യുന്നത് നമ്മുടെ ബാങ്ക്. കൃഷി രംഗത്തായാലും ആരോഗ്യ രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും നിരവധി ഇടപെടലുകൾ ചെയ്യാറുണ്ട്. സാമൂഹ്യ പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് ഇതാണ് ചെയ്യുന്ന ബാങ്ക് എന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ വർഷങ്ങളിലും ഇത്
മുൻ ഭരണസമിതിയും ചെയ്തിട്ടുണ്ട്. പഴയ കാലഘട്ടങ്ങളിൽ കുറച്ച് വർഷങ്ങൾ 70 75 കാലഘട്ടങ്ങളിൽ തുടർന്നു വരുന്നതാണ്. ഇതിൽ പ്രവർത്തനത്തിൻ്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KS അതുപോലെ ഡോക്ടർ ഭരത് രാജ് ഡോക്ടർ ഐ ക്ലിനിക്കിൻ്റെ സുസ്മിത ഐ ക്ലിനിക്കിൻ്റെ ഒഫീഷ്യലായിട്ടുള്ളത് രാജ് ഡോക്ടർ നമ്മുടെ കൂടെയുണ്ട്. അസിസ്റ്റൻസും ഒരു ടീമായിട്ട് വന്നിരിക്കുന്നത്. ഈ അവസരം എല്ലാ സഹകാരികളും പ്രയോജനപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം നടത്തുന്നതായിട്ട് സംസാരിക്കുന്നതായിട്ട് ശ്രീ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിനെ ആദരവ് ക്ഷണിച്ചു. ഡോക്ടർ ഭരതരാജ് സുശ്രുത ഐ ഹോസ്പിറ്റലിൻ്റെ ആളുകളൊന്ന് സമീപിച്ചിട്ട് ഇത്തരത്തിലൊരു മെഡിക്കൽ ക്യാമ്പ് നമുക്ക് നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു സമയത്ത് നമ്മുടെ പഞ്ചായത്തിലെ ഗ്രാമസഭകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നമുക്കൊരല്പം തിരക്കുണ്ടായിരുന്നു. മാത്രമല്ല ഇങ്ങനെ ഒന്ന് സമീപിച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ഹോസ്പിറ്റലിനെ പറ്റി ഒന്നൊരു അന്വേഷിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ ഈ ഹോസ്പിറ്റലിനെ പറ്റി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത്. അത് നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് എന്ന രീതിയിലാണ് എല്ലാവരും നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇതിനു മുമ്പ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 2 വർഷം മുമ്പ് ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇപ്പോൾ നിരവധി ആളുകൾ പങ്കെടുക്കുകയും നമ്മളുടെയൊക്കെ പല നേത്രപരമായ അസുഖങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഇത്തരത്തിലൊരു ക്യാമ്പ് സംഘടിപ്പിച്ചത്. നമ്മൾ കണ്ടത് 2 ക്യാമ്പുകൾ, കണ്ണിൻ്റെയും അതുപോലെ ചെവിയുടെയും ക്യാമ്പുകൾ ഒരുമിച്ച് നടത്താൻ വേണ്ടിയാണ് ആദ്യം ആലോചിച്ചത്. പക്ഷേ ഇത് രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് നടത്താൻ വേണ്ടി കഴിയില്ല. കാരണം ചെവിയുടെ ക്യാമ്പ് നടത്തുമ്പോൾ അതിന് ഇത്തിരി നിശബ്ദമായ അന്തരീക്ഷം വേണം. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് നടത്തുക സാധ്യമല്ല എന്ന് കാണുകയും തുടർന്ന് നമ്മൾ അടുത്ത് തന്നെ ചെവിയുടെയും നമ്മൾ നടത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. കാരണം നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളുടെ കാഴ്ചയും ചെവി എന്ന് പറയുന്നത്. ഇത് രണ്ടിനും നമുക്ക് പ്രശ്നങ്ങളുള്ള നിരവധി ആളുകളുണ്ട്. പ്രായം ചെന്നാൽ നമ്മളുടെ കാഴ്ചയ്ക്കും ചെവിക്കും ഒക്കെയാണ് ഏറ്റവും അധികം പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, നിരവധി ആളുകളാണ് 10:30 പറഞ്ഞ ക്യാമ്പിന് 10 മണിക്ക് തന്നെ എത്തി ഒരുപാട് ആളുകളുണ്ട്. അതിപ്പോൾ വൈകിയാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് അസുഖങ്ങളുള്ളത് കൊണ്ടാണ് ഇത്രയും ആളുകൾ പങ്കെടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രായമുള്ളവർക്ക് മാത്രമല്ല, പ്രായം കുറഞ്ഞവർക്കും വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ കണ്ണുകൂടി പരിശോധിച്ചിട്ട് എനിക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ കുറേ പേര് മുൻപ് പേര് കൊടുത്തുകൊണ്ട് ഞാൻ ഇതിന് പുറകിലായിട്ടാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് പരിശോധിച്ചിട്ട് പോകും. എൻ്റെ കണ്ണിനും കുറേ നാളുകളായിട്ട് ചെറിയ പ്രശ്നമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്യാമ്പിന് പരിശോധിച്ചപ്പോൾ എൻ്റെ കണ്ണിന് ഒരു പ്രശ്നമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അത് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ക്യാമ്പ് പ്രയോജനം ചെയ്യട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് അറിയിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. 10:30 തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ എറണാകുളം സിറ്റിക്കകത്തുള്ള ബ്ലോക്കിനെ കുറിച്ച് അറിയാതെ ഇവിടെ എത്തിച്ചേരാൻ വൈകി എല്ലാവർക്കും ക്ഷമയൊരുക്കുകയാണ്. ഞാനുള്ള ഒരു മാസം മുന്നേ തന്നെ സാറുമായിട്ട് സംസാരിച്ചിരുന്നു. ഞങ്ങളിപ്പോൾ സുശ്രുത ഈ ഹോസ്പിറ്റൽ വെളിയത്താംപറമ്പിൽ ഇത് മുൻപ് അങ്ങനെ കാര്യമായിട്ട് ഞങ്ങളുടെ സർവീസസ് പ്രൊമോഷൻ വന്നിട്ടില്ല. ഞാൻ സാറിനോട് പറയുണ്ടായി നമ്മൾ ചെയ്യുന്ന സേവനങ്ങളിലൊക്കെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്യാമ്പുകൾ ചെയ്തേ പറ്റും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോൾ എല്ലാ പഞ്ചായത്തിലും വാർഡടിസ്ഥാനത്തിൽ ചെയ്യുന്നുണ്ട്. വിശിഷ്യ ഞങ്ങൾ ഈ വെളിയത്താംപറമ്പിൽ തന്നെ ഉള്ള സർവീസസ് എല്ലാവരും എത്തിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററും തിമിര ശസ്ത്രക്രിയ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അപേക്ഷ സ്വീകരിച്ച് ഞങ്ങൾക്ക് ഈ സൗകര്യങ്ങൾ ഏർപ്പെടാൻ തന്ന പുതുപ്പള്ളി പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ പുതുപ്പള്ളി കോർപ്പറേറ്റ് ഒരു നന്ദിയും കൂടെ രേഖപ്പെടുത്തുകയാണ്. അധികം നീട്ടുന്നില്ല. നിങ്ങളെല്ലാം വളരെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. നമ്മൾ ക്യാമ്പിൻ്റെ നടപടികളിലേക്ക് നമ്മൾ തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ഉദ്ഘാടകൻ ശ്രീ KS പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ ബാങ്ക് പ്രസിഡന്റ് ശ്രീ CK അനന്തകൃഷ്ണൻ, സുശ്രുത ഐ ഹോസ്പിറ്റലിലെ ഭാരവാഹികൾ, ഡോക്ടർമാരെ, ഇവിടെ എൻ്റെ മുന്നിൽ കൂടിയിരിക്കുന്ന ഗുരുജനങ്ങളെ, ഒരു നല്ലൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ് ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. കാരണം നമുക്ക് കണ്ണില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ അധികം ഉദ്യോഗിപ്പിക്കുന്നില്ല. ഇവിടെ വന്നുകൂടിയ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.